ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത GK SCERT ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം 78. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തി ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത പ്രമുഖ നേതാക്കൾ: 1. ഗാന്ധിജി, 2. ജവഹർലാൽ നെഹ്റു, 3. സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖർ: 1. കെ. മാധവൻ നായർ, 2. ഇ. മൊയ്തു മൗലവി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ: 1. പയ്യന്നൂർ, 2. കോഴിക്കോട്. പയ്യന്നൂരിൽ ഉപ്പ് നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്: 1. മുഹമ്മദ് അബ്ദുറഹിമാൻ, 2. പി. കൃഷ്ണപിള്ള. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് റാണി ഗൈഡിലിറുവിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 13 വയസ്സുള്ള റാണി ഗൈഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളെ നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. അതൊരു സെൻറ്റൻസ് ആയിട്ട് പഠിക്കണേ, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ദണ്ഡി യാത്രയിലെ മലയാളികൾ: ശ്രീകൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ.